ദിവസത്തെ ടർപ്പറ്റ് കളിക്കുന്നു. 3 നേരം കഴിച്ചാൽ കുറയും. മരുന്ന് കുറയല്ലേ? മരുന്നല്ല, തന്റെ അസുഖം കുറയുന്നു. യോഗ ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാം. എങ്ങനെയുണ്ട് കുമാര നാടൻകുളിയൊക്കെ? ചേട്ടനൊന്ന് വന്ന് കാണ്. ഞങ്ങളുടെ മുഖത്ത് വരുന്ന ഓരോരോ സാധനങ്ങള്. ചീഞ്ഞ മുട്ടയും തക്കാളിയായിരിക്കും. ഞാൻ ഉദ്ദേശിച്ച എക്സ്പ്രഷനാ. കൂടുതൽ സംസാരിച്ച അവയവങ്ങൾ കുറയും. ഡ്യൂട്ടി ആ സമയം. എന്താണത്? ഇന്നലെ രാത്രി കുറുപ്പിന്റെ വീട്ടില് കള്ളം കയറിയ കിട്ടിയായിരിക്കും. ആഹാ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? പിന്നെ എന്നിട്ട് അബ്ദുക്ക പോലീസ്. ഞാനിപ്പോ യേശുക്രിസ്തുവിന്റെ അവസ്ഥയിലാ. ഇടവും വലവും. കുറുപ്പേ, ഇത് നിങ്ങളുടെ വകയാണോ? അതെല്ലോ. ഈശ്വര, ഇത് എവിടെ നിന്ന് കിട്ടി? വിൽക്കാൻ ശ്രമിച്ചപ്പോഴാ പിടിച്ചത്. നിങ്ങൾ പരാതി തന്നതുകൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതെ, എല്ലാവരും ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിട്ടല്ലേ. ഞാൻ ലക്ഷ്മിയായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് വരാം. അയ്യടാ, അത് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഇന്നലെ കിട്ടിയവന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. എടാ, ഈ നാട്ടിൽ വേറെ ആരോടെ എനിക്ക് കൂട്ടാനായിട്ടുള്ളത്? പ്ലീസ്. കുമാരൻ, ഈ തെണ്ടിത്തരത്തിന് കൂട്ടിക്കില്ലാട്ടോ ഞാൻ. ഇതെന്റെ ലാസ്റ്റ് സപ്പറ. അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഓ ആയിക്കോട്ടെ. പിന്നെ ആരെങ്കിലും ശ്രദ്ധിക്കണമെങ്കിൽ ഒന്ന് വിസിലടിച്ചാ മതി. ഓക്കെ, ഞാൻ ഏറ്റു. ആരെങ്കിലും ശ്രദ്ധിച്ചാ മാത്രം. അന്ന് അച്ഛന്റെ മേടെ കയറി ഇവൻ തന്നെ ആയിരിക്കും. തന്നെ തന്നെ ഇയാളുടെ കട നോക്കി വെച്ചിരിക്കായിരുന്നു. അപ്പോഴേക്കാണ് സാറന്മാര് വന്ന് എന്നെ പിടിച്ചത്. അള്ള കാത്ത്. ഇവൻ ഞങ്ങളുടെ സ്ഥിരം പുള്ളിയല്ലേ. എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ. ഇനി കൊണ്ടുപോകാമല്ലോ. കണ്ടില്ലേ? എടുക്കടാ. നിക്ക് സാറേ, നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഒരു കള്ളനെ പിടിച്ചതല്ലേ, ഒന്ന് നല്ലോണം കണ്ടോട്ടെ. ശരിയാ, ഞാനും കള്ളൻ പറഞ്ഞേക്കാന്നല്ലാതെ ഒരു കള്ളനെ ജീവനോടെ നേരിട്ടാണ് ഇന്ന് ആദ്യമായിട്ടാ. അത് കണ്ണാടി നോക്കാഞ്ഞിട്ടാ. മിണ്ടലട പന്നി. സാറേ, ഒരു ചായ കുടിച്ചിട്ടോ? അവര് വേണ്ട, ചായ ഒന്നും കുടിക്കണ്ട. എനിക്ക് തിരക്കൊന്നുമില്ല സാർ. ഇന്നലെ രാത്രി ശരിക്കും പേടിച്ചല്ലേ. ഞാൻ എന്നും വരും. അച്ഛനെങ്ങാനും അറിഞ്ഞ? ഓ, പിന്നെ നിന്റെ ഒരു അച്ഛനെങ്ങനെ പിടിച്ചിട്ട് ഈ കത്തി കൊണ്ട് ഇങ്ങനെ അരിഞ്ഞ. ഓടിക്കോ ഓടിക്കോ. നമ്മള് പാപ്പച്ചനാണല്ലോ. എന്റെ പൊന്നു മോനെ, നിനക്ക് എന്തു പറ്റിയിടാ? പാപ്പച്ച, എടാ, നീ എന്റെ മോനെ എന്താ ചെയ്തത്? അയ്യോ, ഞാനും ചെയ്തില്ല. മോനെ, എന്താ പറ്റിയെന്ന് അത്തുക്കനോട് പറയും. എനിക്കൊന്നും മനസ്സിലായി. നിങ്ങളാരും ചോദിച്ചു എന്ത് പാപ്പച്ച? എന്ത്? എന്താന്ന് വെച്ചാ പാപ്പച്ചൻ എന്നോട് പറ. അയ്യോ, എന്റെ മോനെ, എന്റെ ഈശ്വര, വട്ടായി പോകുന്നു തോന്നുന്നു. എന്റെ കർത്താവേ. പിടിക്കവിടെ. കരയണ്ടാട്ടാ, ഇപ്പൊ ശരിയാക്കി തരാം. എന്താ ചെയ്യാ? എന്റെ സൗണ്ട് ശരിയായി. അമ്മേ, വളരെ ഉപകാരമാ. ശരിയാക്കോ. ഈ അവസ്ഥയിൽ എന്നെ ആരെങ്കിലും കണ്ട ധർമ്മം തരും. ഇത് എന്ത് പറ്റി പാപ്പച്ച? എന്തു പറ്റിന്നുള്ളത് വീട്ടിൽ ചെന്ന് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ കുമാരൻ അവിടെ പോയി. അവനെ നല്ല സുഖമില്ലാന്നും പറഞ്ഞ് നേരത്തെ കട അടച്ചു പോയി. എന്റെ ദൈവമേ, ഈ കാലത്ത് ബന്ധുക്കളെപ്പോഴും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഒഴിച്ചു തരികയും ചെയ്യും, ചെന്ന് കൊളുത്തുകയും ചെയ്യും.
ഇനി മാനിയന്മാരെ പോലെ പെരക്കാത്തിരുന്ന് മര്യാദയ്ക്കായിരിക്കാന്ന് വെച്ചാല് പ്രോട്ടോക്കോളുമേ അളിയം വരും. ഇനി ഇതൊക്കെ മാർഗമുണ്ട്. പഠിത്ത മുളക് മോളായിരുന്നോ? അമ്മാവ് 2 ദിവസമായിട്ട് എവിടെയായിരുന്നു? പല പല കാര്യങ്ങളല്ലേ മോളെ. പിന്നെ മോളെ ചെറുക്കനെ ഞാൻ കണ്ടായിരുന്നു. നല്ല മിടുക്കൻ. എന്തൊരു ബഹുമാനാന്നറിയാവോ? എനിക്ക് ഒഴിച്ചു തന്നല്ലാതെ അതിൽ നിന്നൊരു തുള്ളി പോലും അവൻ കഴിച്ചില്ല. ആമ്പിളായി ഇങ്ങനെ വേണം. എല്ലാ വിവരവും അച്ഛൻ അറിഞ്ഞു. അച്ഛൻ ആകെ ചൂടായിരിക്കുക. അങ്ങോട്ട് ചെല്ല്, കിട്ടിക്കോളും. ഞാൻ ഫാദർ വട്ടക്കുഴി അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചിരുന്നു. ശരി ഫാദർ. CM അകത്തുണ്ടല്ലോ അല്ലേ? ഉണ്ട്, വരൂ. ഇനി ഇതാണ് മകനെ നിന്റെ ഏതം തോട്ടം. ആദ്യം നീ ഈ തോട്ടം പിടിച്ചെടുക്കണം. അതിനുശേഷം ഇവിടത്തെ കുടുംബാംഗങ്ങളുടെ സ്നേഹവും മനസ്സും. നിന്നെ പോലും മകനുണ്ടായിരുന്നെങ്കിൽ എന്ന് അവരെ കൊണ്ട് തോന്നിപ്പിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു. എങ്ങനെ? അല്ല, ഇവനിവിടെ എങ്ങനെയും കയറി പറ്റി കഴിഞ്ഞാ മികച്ച നാടകകൃത്തിനുള്ള അവാർഡ് എനിക്ക് മന്ത്രിയുടെ പറഞ്ഞ് വാങ്ങിക്കാൻ പറ്റേ? അത് മതി മന്ത്രിസഭ വിടാൻ. നീ പോയി വല്ല DDTയോ ചാഴിപ്പൊടിയോ കലക്കിക്കൊണ്ട് വാടാ. എന്തിനാച്ചാ? ഈ പ്രാണിശല്യമുള്ള ചെടികൾക്കൊക്കെ അടിക്കാൻ. ഓ, ഇതും തോട്ടപ്പണിയുടെ ഒരു ഭാഗമാണ്. നീ എന്താ നോക്കിയിരിക്കണത്? തുടങ്ങടാ. അല്ലെങ്കിൽ വേണ്ട, കർത്താവിന്റെ നാമത്തില് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യാം. ആദ്യം ചേമ്പിലേക്ക് പറിച്ചിളഞ്ഞൂടെ വൃത്തിയാക്കല്ലോ. എടാ മഹാപാപി, അത് ആന്തൂരിയ. നല്ല വിലപിടിപ്പുള്ള ചെടിയാ. നിന്റെ അപ്പോയിന്റ്മെന്റ് ഡിസ്മിസിൽ ഒരേ ദിവസം തന്നെ ആക്കല്ലേ മകനെ. DDT ഉണ്ടോ? ചായപ്പൊടിയായാലും മതി. എന്തിനാ? പൂശാന. അച്ഛന് പൂശാന. എന്താ? അല്ല, ഈ DDT കലക്കിയിട്ട് ചെടികൾക്ക് പൂശാന. അച്ഛൻ പറഞ്ഞു വിട്ടതാ. ഓഹോ. ആന്തൂരി മാത്രം തൊടല്ലേ. ഇല്ല. എന്നിട്ട് അങ്ങോട്ട് മാറ്റി. ഇത് ചൊറിയണോ? മുഖ്യമന്ത്രിയുടെ ഭാര്യയായിരിക്കും അല്ലേ? അതെ. ഒരു സാധു കുടുംബത്തിലെ ചെറുക്കനാ. തൽക്കാലം തോട്ടക്കാരായിട്ട് നിന്നോളാൻ അദ്ദേഹം പറഞ്ഞു. സാധുക്കളെ കൈവടിയരുത് എന്നാണല്ലോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നന്നായി. ചെടികൾ വെട്ടാനും നനയ്ക്കാനും എല്ലാം ഒരാളെ നിർത്തണമെന്ന് കരുതിയതാ. കുമാരാ, നീ ഈ പുല്ലിലൊക്കെ വെള്ളമൊഴിച്ച് സമ്മർക്കായിട്ട് ചെയ്ത് നിർത്തിയാരെ. പിന്നെ ആവശ്യമില്ലാത്ത ചെടികളൊക്കെ ഷേവ് ചെയ്ത് കളഞ്ഞേക്ക്. അതിരുകൾ ലംഘിച്ച് ഇവിടെ ചില പൂച്ചെടികൾ നിൽപ്പുണ്ട്. അത് യഥാസ്ഥാനത്ത് നട്ട്, അല്ല ഞാൻ പറയായിരുന്നു, അത് യഥാസ്ഥാനത്ത് നട്ട് അല്പം വെള്ളം ഒഴിച്ചാൽ ഒരു പൂങ്കാവനായിട്ട് മാറും. അല്ല, അതോ മാറ്റിയെടുക്കും. ഏതായാലും നന്നായി. മുഴുവൻ കാട് കയറി കിടക്കുകയായിരുന്നു. ഇതൊന്നും എടുത്ത് വെച്ചില്ലേ മകനെ? വച്ചോണ്ടിരിക്കാണോ? ഒന്ന് സഹായിക്കൂ മകനെ. അതിനെന്തായിക്കോട്ടെ. എന്റെ തലല്ല. അവിടെ കൊണ്ട് കളയും മകനെ. അത് ഇവനെ കൊണ്ടേ കളയച്ചോ. ഇങ്ങനെ സഹായിച്ച പോരെ? ആരാ? നീ ആരാ? ഞാനിവിടുത്തെ തോട്ടക്കാരൻ. തോട്ടിയോ? തോട്ടിയല്ല, തോട്ടക്കാരൻ. ഞാൻ അറിയാത്തൊരു തോട്ടക്കാരനോ? ഞാൻ ഇപ്പഴാ ചാർജ് എടുത്തേ. എടാ, ഗണപതിക്ക് തേങ്ങടക്കുന്ന ഇഷ്ടിക നല്ലടച്ചാണ് ചാർജ് എടുക്കുന്നത്. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? മുഖ്യമന്ത്രിയുടെ അളിയനാ. അയ്യോ, സാറ് ഇവിടെ നിന്ന് മദ്യപിക്കുന്നത് ഞാൻ കണ്ടില്ല. മദ്യപാനമോ? ഞാനിങ്ങനെ ഈ പച്ച കൊണ്ട് പെട്രോൾ ഉണ്ടാക്കിയായിരുന്നു. സാറാണോ രാമർ? ഞാൻ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഊതരുത്. പോടാ പോടാ പോ. എന്നെ ഇവിടെ കണ്ട കാര്യം പുറത്താരോടെങ്കിലും നീ പറയുകയാണെങ്കിൽ അന്ന് നീ പുറത്താ. സാറോട് ഒളിവി താമസിക്കാണോ? എന്താ നോക്കുന്നേ? എന്താ മകളെ? കുമാരൻ അന്വേഷിപ്പിയും കണ്ടെത്തുന്നല്ലേ പ്രമാണം. ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടെത്താതിരിക്കില്ല. വരൂ. അച്ഛോ. എന്താ മകനെ? അച്ഛനല്ല എന്നോട് പറഞ്ഞ നുണ പറയരുതെന്ന്. വലിയൊരു നന്മയ്ക്ക് വേണ്ടി ചെറിയൊരു നുണ പറയുന്നതുകൊണ്ട് കർത്താവ് നമ്മളെ ശിക്ഷിക്കില്ല മകനെ. മാത്രമല്ല, അവൻ എവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. വരൂ. അടി അടി
നിന്റെ കരങ്ങൾക്ക് വിശ്രമമില്ലാതെ ചാട്ടവാറ് കൊണ്ടടി. അഷ്ടദിക്കുകൾ കിടിലം കൊള്ളുമാറ് റോമിന്റെ കവചിത കരസേനയുടെ കടന്നാക്രമണത്തിൽ അകന്തയുടെ സന്തതികളെ ചുട്ടരിക്കാൻ ശ്രമിക്കുന്ന സർപ്പസന്തതി, നിന്റെ കരങ്ങൾ പൊട്ടുമാറടിക്കൂ. അത് കുമാരന്റെ ഡയലോഗല്ലേ? അതെ, അവൻ എവിടെയാണെന്ന് അറിയില്ലല്ലോ. അപ്പൊ പിന്നെ നായകന്റെ വേഷം ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നാലോ? മതിടാ. ഇവര് തമ്മിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്. എടാ ആപ്പിള് മോനെ, എന്താ എന്താ അവിടെ? ഈ സാർ ആരുമില്ലാത്ത സമയത്ത് എന്നെ കയറി പിടിച്ചു. നീ അകത്ത് പോ. സത്യമായിട്ട് പോകാനല്ലേ പറഞ്ഞത്? കല്യാണം കഴിക്കാൻ പറഞ്ഞ കേൾക്കുകയില്ല, എന്നിട്ട് രാത്രി അമ്മ വൃത്തിന് കാണിക്കാം. അതളിയ എന്നെന്നറിയോ? എന്താ സാർ ഇവിടെ? ഒന്നുമില്ല, പൊയ്ക്കോ പൊയ്ക്കോ പൊക്കോളും. യെസ് സാർ. എന്നാ പോയി ഉറങ്ങ്. അടുക്കള വൃത്തികെട്ടവൻ. അളിയന്റെ മുമ്പിൽ എന്റെ ചരിത്രവും പോയല്ലോ ഈശ്വര. ഇടപാട് പെട്ടെന്ന് കണ്ടുപിടിച്ചു അല്ലേ? വേഗം തിരുമ്മിക്കൊള്ളൂ, ഇല്ലെങ്കിൽ കവള് ആപ്പിൾ പോലെ ആകും. എന്നെ ആരും ഇതുവരെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല, എന്റെ അളിയൻ പോലും. അതെ, മുഖ്യമന്ത്രി ആളത്ര ശരിയല്ല അല്ലേ? ആള് നല്ലവനാ, പക്ഷെ ആ പെണ്ണ് കേസ് അറിഞ്ഞത് കൊണ്ട് ഞാൻ അല്പം ഷോക്കായിപ്പോയി. ഏത് പെണ്ണ്? എന്ത് സംഭവം? അതൊക്കെ പറഞ്ഞ എന്റെ അളിയന്റെ ഇമേജ് പോത്തില്ലേ? ഒഴി നോക്കി നിൽക്കാതെ അച്ചുവേട്ടൻ ഒഴിച്ചു കൊടുക്കടാ. മറ്റേ സംഗതി പറഞ്ഞില്ലല്ലോ. മെഡിക്കൽ കോളേജിലെ സീറ്റിന്റെ കാര്യല്ലേ? അത് ഞാൻ നേറ്റി. അതല്ല, മുഖ്യനെ കുറിച്ച് എന്തോ രഹസ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ? രഹസ്യോ? ഞാനപ്പോ പറഞ്ഞു. മുഖ്യന്റെ ഇമേജ് പോകുമെന്ന് പറഞ്ഞ ആ പെണ്ണ് കേസുണ്ടല്ലോ, അതെന്താണെന്നാ ചോദിച്ചത്. എന്റെ അളിയന്റെ ഇമേജ് കളയാനോ? ആർക്കാണ് കുടുംബത്തിൽ എത്ര ധൈര്യം? എടാ എന്റെ അളിയനെ കുറിച്ച് നീയൊക്കെ എന്തൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്? അഴിമതിയില്ല, കൈക്കൂലിയില്ല, സത്യസന്ധന എന്നെ പോലെ. എടാ നിനക്കൊക്കെ തർക്കമാണെങ്കിൽ അഴിമതി കേസ് കൊണ്ടുപോകാ പുല്ലുകളെ. അത് ശരി, ഞങ്ങളെ കള്ളും വാങ്ങി കുടിച്ചിട്ട് അവസാനം ഞങ്ങളെ തന്നെ തെറി പറയുന്നു. ഞാൻ പിന്നെ വേറെ ആരെ പറയൂടാ? ക്ഷണിച്ച് കാറെ കയറ്റി കൊണ്ടുവന്ന് കള്ള് തന്നിട്ട് ഒരുമാതിരി തന്തയില്ലാത്ത വേണ്ട വിട്ടേരെ. അലവലാതി അലബലാതി നിന്റെ മറ്റവനാ. എടാ കള്ളച്ചാറായത്തി കളറ് ചേർത്ത് സ്കോച്ചാണെന്ന് പറഞ്ഞ് പറ്റിക്കുന്നവനെ. എടാ മാന്യന്മാരെ കളിപ്പിക്കാതെ മാന്യമായിട്ട് ജോലി എടുത്ത് ജീവിക്കടാ. അതവിടെ വെച്ചിട്ട് ഇറങ്ങി പോടാ. എടാ പുല്ലേ, എന്റെ എളിയെ വിചാരിച്ചാലേ ഇതൊരു ഫാക്ടറി ഞങ്ങൾ ഉണ്ടാക്കും. ഇറങ്ങി പോവാൻ. ഞാൻ പോയേക്കാം. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേ ഹലോ അച്ചുവന കമോൺ ഒരു സ്മാൾ അടിച്ചിട്ട് പോന്ന് പറയരുത്. നിന്റെ ഈ ഡ്യൂപ്ലിക്കേറ്റ് കഴിക്കാൻ പോടാ പോടാ. അളിയോ അളിയാ അളിയാ, അളിയനെ കുറിച്ച് ചട്ടകൾ അനാവശ്യം പറഞ്ഞളിയാ. എനിക്ക് സഹിക്കുവോ പെങ്ങളെ? അയ്യോ എനിക്ക് സഹിക്കുവോ പെങ്ങളെ? കൊടുത്ത് ഞാൻ കണക്കില്ല. അളിയന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്റെ ഇമേജാ, എന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ അളിയന്റെ ഇമേജാ. നമുക്കൊരു ഡീസൻസി ഒക്കെ ഇല്ലേ? അത് വിട്ട് ഒരിക്കലും നമ്മൾ പെരുമാറാൻ പാടില്ലളിയാ.
അയ്യോ, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? എന്റെ പൊന്ന് ജാനകി, ഈ ഒറ്റ കാര്യം മതി ഞാനും അളിയനും തമ്മി ഇനിയും തെറ്റ. നീ പോ. ഭഗവാനെ, വിളമ്പി തരാൻ പോലും ആരുമില്ല. സാമ്പാറെങ്കിൽ സാമ്പാർ. പാപ്പച്ച, ഞാൻ പറഞ്ഞല്ലോ, സത്യമായിട്ട് എനിക്കറിയില്ല കുമാരൻ എവിടെയാന്ന്. നുണയാണ്, നിങ്ങൾക്കറിയാം. ഇത് വലിയ കഷ്ടമുണ്ടോ ലക്ഷ്മി? നിക്കൂ, ഇത് കുമാരന് കൊടുക്കണം പ്ലീസ്. സാറേ പോടാ, കുമാരനെ തന്നോടാ പറഞ്ഞത് പോവാൻ. ഓടോ സാറേ ഒന്ന് കണ്ടാ പോയിക്കോളാം ഞാൻ. സാറേ ഇങ്ങോട്ട് വേണോ? അപ്പൊ ഇവിടുന്ന് അകത്തേക്ക് ഏറ്റോട്ട് പറഞ്ഞോ? അങ്ങോട്ട് മാറിയുന്നേ. ചലച്ചിത്രഗാനം കേൾക്കാണല്ലേ കുമാര? ഇവിടെ ഒന്നുകൊണ്ട് കുഴപ്പമില്ലല്ലോ, ഇതെന്റെ സ്വന്തം കാല. ഇവിടെ നിന്ന് സാർ ഇതെന്റെ ആളാ. ഒരു മിനിറ്റ്. എന്താ? ഞാനിപ്പോ ഒരു ഹംസായില്ലേ. ഹംസേ, നീ എപ്പോ മതം മാറി? അയ്യേ, ഹംസയല്ല, അരയന്നം, ഹംസം. ദൂതുമായിട്ട് വന്നതാ. താമരയിലകളിൽ അരയെന്ന പെൺകോടി കാമലേഖനമെഴുതുമ്പോൾ. അയ്യടാ, ഞാൻ പെണ്ണ് കാണാൻ വന്നല്ല. ഞാനിതൊക്കെ എന്തിനാ ചെയ്യണമെന്ന് നിനക്കറിയാമോ? നീ ആ മന്ത്രിയുടെ അടുത്ത് പറഞ്ഞ സ്റ്റേറ്റ് അവാർഡ് എങ്ങനെയൊന്ന് വാങ്ങിച്ചെണ്ണം. അതിപ്പോ ഞാനെങ്ങനെയാ? നീ വിചാരിച്ചാൽ അത് നടക്കും. പിന്നെ നിന്നെ ഇവിടെ നിർത്തിയേക്കണേ. അദ്ദേഹത്തെ ഒറ്റയ്ക്ക് കത്ത്. അളിയൻ എന്തോ ആപത്ത് വരാൻ പോകും. അതും അളിയൻ അറിയാതെ. അളിയന്റെ ലൈഫ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലിരിക്കുന്ന കത്തിലെ രഹസ്യം അറിയണം. അയ്യോ 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 സാറായിരുന്നോ? നിന്നെയൊക്കെ പിരിച്ചുവിടാനുള്ള എല്ലാ നടപടിയും അയ്യോ എനിക്കിപ്പൊ പറയാൻ വയ്യ. നാളെ പറഞ്ഞേക്കാം. കള്ളനാണെന്ന് കരുതി അറിയാതെ. കള്ളനോട് പോലും ഇങ്ങനെ ചെയ്യല്ലേടാ, ദൈവം പോലും പൊറുക്കത്തില്ല. തൽക്കാലം നിങ്ങൾ എന്നെ കൈകാര്യം ചെയ്ത വിവരം പുറത്താരും അറിയണ്ട. വെറുതെ എന്തിനാടാ മറ്റുള്ളവരെ അറിയിച്ച് നിന്റെയൊക്കെ പണി കളയുന്നേ? പോ 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 പോ. ഒരു പണിയില്ലാതെ ചൊറിയും കുത്തി കിടക്കണം. നീ എന്നുപോലാണ് പോസ്റ്റ്മാനായത്? ആ തെണ്ടി എങ്ങാണ്ട് കൊണ്ട് ഒളിപ്പിച്ചിട്ട് അവന്റെ കത്തുമായിട്ട് എന്റെ മോളുടെ പുറകെയാണെന്നുണ്ടല്ലോ, മുട്ടാളിയെ തല്ലുപിടിക്കും. തല്ലുപിടിക്കും പാറോ, തന്റെ പെട്ടയനെ അടിച്ചു പൊളിക്കും. തന്റെ മോളവനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലേ അത് അവള് ചെയ്ത് സുഹൃത്താ. താൻ ഏത് ജന്മ തപസ്സിരുന്നാലും ഇതുപോലും വരുമാനം കിട്ടില്ലടോ. നിർത്തടാ, ഞങ്ങളുടെ മാനം കളഞ്ഞിട്ട ചെറ്റയ്ക്ക് വേണ്ടി ന്യായം പറഞ്ഞാലുണ്ടല്ലോ, അതെങ്ങനെയാ ചിലപ്പോ നിനക്കും കാണൂല. തന്താ ഓക്കിരിതരം പറഞ്ഞ അടിച്ച് നിന്നെ സിലിണ്ടർ ഞാൻ പറയൂടാ. ഞാൻ ഇനിയും പറയും, നീയും അതേ പിഴച്ചുണ്ടായ വർഗം തന്നെയാ. പിഴച്ചുണ്ടായത് താനോടോ പുല്ലേ? അവൻ ആരുടെ മോനാന്നറിയാം തനക്ക്? ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മോനെ. അവനിപ്പോ അവരുടെ കൂടെ താമസം. സംശയം താൻ അവിടെ ചെന്ന് നോക്ക്, എന്നിട്ട് അവിടെ ചെന്ന് കൂക്. താൻ ഈ ആയുസ് മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും. മുഖ്യമന്ത്രി പദം അലങ്കരിക്കാൻ പോകുന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ ജോർജ് ആന്റണിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ നല്ലവരായ എല്ലാ നാട്ടുകാരെയും. പെൺവാണിബ് എന്ന് പറഞ്ഞ് ഇവനല്ല പാർട്ടിന്ന് പുറത്താക്കിയത്, എന്നിട്ടിപ്പൊ മുഖ്യമന്ത്രിയോ? നമ്മുടെ നാടിന്റെ ഓരോ ഗതികേട്.
നിങ്ങളെപ്പോലെ തന്നെ കുമാരനെ കാണാതായ സംഭവത്തിൽ എനിക്കിപ്പോ സംശയമുണ്ട്. മുഖ്യമന്ത്രി വധത്തിനു വേണ്ടി ഇവൻ മനഃപൂർവ്വം നാടകമല്ലേ ഇത്? ഇവനൊരു രഹസ്യ സങ്കേതമുണ്ട്. ഒരിക്കൽ എന്നെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. കുമാരൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവിടെ തന്നെ കാണും.